എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് US ഇലക്ഷനിൽ ജയിച്ചതെന്നുള്ളത് സക്കർബർഗും സൈക്കോഗ്രാഫിക് പ്രൊഫൈലിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും. എല്ലാതരം ബാഡ് ഹാബിറ്റ്സുകളും കാണും, ഗുഡ് ഹാബിറ്റ്സുകളും കാണും. അത് നോട്ടീസ് ചെയ്യും. പാരൻസിന് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് അതിലേക്ക് കടക്കാതെ പോകുന്നതും. ഫുൾ ടൈം മോണിറ്റർ ചെയ്യുന്നതും. സോ വി ആർ ലൈക്ക് കമ്പീറ്റിംഗ് വിത്ത് AI. അപ്പോൾ AI എക്സാക്ട്ലി നമ്മുടെ സൈക്കോഗ്രാഫിക് പ്രൊഫൈല് ചൂഴ്ന്നെടുക്കും. നമ്മളെല്ലാവരും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മളെല്ലാവരും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഒരാളുടെ സൈക്കോഗ്രാഫിക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ പ്രസൻസ് വെച്ചിട്ടാണ്. നമ്മൾ ഏത് ടൈപ്പ് റീലുകളാണ് കൂടുതൽ കാണുന്നത്, എന്ത് കണ്ടന്റ് ഉള്ള റീൽസാണ് കൂടുതൽ കാണുന്നത്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ വാച്ച് ചെയ്യുന്ന എല്ലാ റീൽസും മെഷർ ചെയ്യപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാമിൽ കുറേ ടൈപ്പ് റീൽസ് ഉണ്ട്. മോട്ടിവേഷൻ റീൽസ് ഉണ്ടാവും, പാരൻറ്റിങ് ടിപ്സ് കൊടുക്കുന്ന റീൽസ് ഉണ്ടാവും, സിനിമയുടെ ന്യൂസ് പറ്റിയ റീൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ജനറൽ ന്യൂസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റീൽസ് ഉണ്ടാവും, ഹൈലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്ന പോലത്തെ കുറച്ച് റീൽസ് ഉണ്ടാവും, ഹൈലി മോട്ടിവേഷണൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് റീൽസ് ഉണ്ടാവും. ഇതിൽ ഏത് കാറ്റഗറി ഓഫ് റീൽസ് ആണ് നീ കൂടുതൽ കാണുന്നത്, ഏത് കണ്ടന്റ് ആണ് നീ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്, എത്ര നേരം നിന്റെ സ്ക്രീൻ ടൈം ആ റീല് കണ്ടു, എപ്പോഴാണ് എത്രാമത്തെ സെക്കൻഡിലാണ് നീ ആ റീല് സ്ക്രോൾ ചെയ്ത് പോയേ, അങ്ങനെ എല്ലാം വാച്ച് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും ഒരു ഭയാനകം അല്ലെങ്കിൽ ഒരു ഫിയറിങ് പാർട്ട് എന്താണെന്നുണ്ടെങ്കിൽ, ഏറ്റവുമായിട്ടുള്ള ഒരു ടെൻഷൻ അടിക്കേണ്ട പാർട്ട് എന്താണ്, ഇതൊന്നും പ്രോസസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഡാറ്റ ഒന്നും പ്രോസസ്സ് ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ്സ് അല്ല. ഈ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സിലിരുന്ന ആൾക്കാരൊന്നും അല്ല ഇതിനെ അനലൈസ് ചെയ്യുന്നത്. വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള AI അൽഗോരിതംസ് വെച്ചിട്ടാണ് ആളുകളുടെ സൈക്കോഗ്രാഫിക് പ്രൊഫൈൽ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. AI ഈസ് വെരി 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 സ്മാർട്ടർ ദാൻ ഹ്യൂമൻ ബീയിങ്സ്, റൈറ്റ്? സോ നമ്മൾ കാണുന്ന കണ്ടന്റ് എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യുന്ന AI ആണ്. സോ വി ആർ ലൈക്ക് കമ്പീറ്റിംഗ് വിത്ത് AI. അപ്പോൾ AI എക്സാക്ട്ലി നമ്മുടെ സൈക്കോഗ്രാഫിക് പ്രൊഫൈല് ചൂഴ്ന്നെടുക്കും. ഇവൻ ഏത് ടൈപ്പ് ആളാണെന്നുള്ളത് നമ്മൾ കാണുന്ന കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് അവൻ ചൂഴ്ന്നെടുക്കും. കോണ്ടന്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം റീൽസും യൂട്യൂബ് മാത്രമല്ല, നീ ഫേസ്ബുക്കിൽ കൊടുക്കുന്ന ഡാറ്റ ഒക്കെ ക്യാപ്ചർ ആവും. സിംഗിൾ ആണോ, മാരീഡ് ആണോ, നീ റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ്, നീ പോകുന്ന ലൊക്കേഷൻ, ഇപ്പം എല്ലാം ഗൂഗിൾ പേ വെച്ചിട്ടാണ് നമ്മൾ പേ ചെയ്യുന്നത്. സോ നീ ഏത് സ്ഥലത്ത് എന്തിനു വേണ്ടിയിട്ടാണ് പേ ചെയ്തേ? റിലയൻസ് ട്രെൻഡ്സിൽ പോയിട്ട് നീ പൈസ പേ ചെയ്ത്, റിലയൻസ് ട്രെൻഡ്സിലാണ് നീ പൈസ പേ ചെയ്ത് മാർക്കറ്റ് ചെയ്തു. ബിഗ് ബസാറിൽ പോയിട്ടാണ് നീ പേ ചെയ്ത, ഓക്കെ ഇറ്റ്സ് എ ഷോപ്പർ. ആ ടൈം രാത്രി 11 മണിക്കാണ് ഐസ്ക്രീം വാങ്ങിക്കാൻ പോയത്. സോ അപ്പോൾ അവിടെ ഒരു സൈക്കോളജി ക്രിയേറ്റ് ആയി, മനസ്സിലായോ? നൈറ്റ് ഫുഡ് ക്രേവിങ്സ് ഉള്ള ആളാണെന്ന് മനസ്സിലായി. സോ അങ്ങനെ എല്ലാ രീതിയിലും AI അൽഗോരിതംസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ മോണിറ്റർ ചെയ്യപ്പെടുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സൈക്കോഗ്രാഫിക് പ്രൊഫൈല് ക്യാപ്ചർ ആവുന്നത്. 27 വയസ്സായിട്ടുള്ള ഒരാൾ, ഒരു എക്സാമ്പിൾ എടുക്കാം. 27 വയസ്സായിട്ടുള്ള ഒരാളാണ്. അയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അയാൾ സിംഗിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഇൻട്രോവേർട്ടാണ്. ലാസ്റ്റ് അയാളുടെ ഗൂഗിൾ സെർച്ച് ഇതായിരുന്നു എന്ന് വിചാരിക്കാം, ഹൗ ടു ഓവർകം സെൽഫ് ഡൗട്ട്. ഈ രീതിയിലൊക്കെ ഉള്ളൊരു പ്രൊഫൈലാണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ അയാൾക്ക് ടാർഗറ്റ് ചെയ്യുന്ന ആഡ് എന്തായിരിക്കും എന്ന് അറിയോ? സോളോ അഡ്വെഞ്ചർ പാക്കേജസ്, ട്രാവൽ പാക്കേജസ് ഒക്കെ ആയിരിക്കും. ഹൗ ടു റീവയർ യുവർ ബ്രെയിൻ, ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ആയിരിക്കും അയാൾക്ക് ഇൻപുട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അയാൾ ആ കണ്ടന്റ് വീണ്ടും കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കും. ബിക്കോസ് ഓൾറെഡി AI അൽഗോരിതംസിന് മനസ്സിലായി ഇവൻ ഏത് ക്യാരക്ടറിൽ അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണെന്ന് മനസ്സിലായി. പിന്നെ അയാൾക്ക് പമ്പ് ചെയ്യുന്ന കണ്ടന്റ് മുഴുവൻ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അയാളൊരു ഇൻട്രോവേർട്ടാണ്, അയാൾക്ക് സെൽഫ് ഡൗട്ട് ഉണ്ട്, അയാൾക്ക് ഹീൽ ചെയ്യണം. അപ്പോൾ അതിനെ ആ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് ആഡ്സ് പുഷ് ചെയ്യാൻ തുടങ്ങും, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആഡ്സ് പുഷ് ചെയ്യാൻ തുടങ്ങും. ഇതിനാണ് ഇമോഷണൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുക. നമുക്ക് ടാർഗറ്റഡ് ആഡ്സോ അല്ലെങ്കിൽ ടാർഗറ്റഡ് പ്രൊഡക്ട്സോ റീൽസോ തരുന്നത് എന്തിനാ? ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ ഇരിക്കുന്ന ആൾ അദ്ദേഹത്തിന് ആ പ്രൊഡക്റ്റോ സർവീസോ നിന്നിൽ എത്തിക്കുക എന്നുള്ളതിൻ്റെ ബേസിലാണ്. കറക്റ്റ്. പണ്ട് നമ്മൾ എങ്ങനെയാണ് ന്യൂസ് നമ്മൾ വായിച്ചിരുന്നത്? പത്രം, ന്യൂസ് പേപ്പർ മാത്രം. ന്യൂസ് പേപ്പർകാർ, അതായത് ന്യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് അട്രാക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് ചില ന്യൂസുകളെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. അതായത് അവരുടെ ക്രാഫ്റ്റ് വർക്കിൽ ഡിസൈൻ ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ട് പമ്പ് ചെയ്ത് നിന്നോട് എഴുതും. ഈ സാധനത്തിന് ഒരു സിമ്പിളായി പറഞ്ഞ മസാല ചേർത്തു. അതേ സാധനം ഫ്രണ്ട് പേജിൽ പ്രധാന വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് വലിയ അക്ഷരങ്ങളിൽ എഴുതും. മനസ്സിലായ? അപ്പോൾ ആൾക്കാർ എന്തായി, ആ ന്യൂസിനെ ക്യാച്ച് ചെയ്യാൻ തുടങ്ങി. ആ വാർത്ത നമുക്ക് പ്രധാനമാണോ അല്ലേ എന്നുള്ളത് അവിടെ റെലവൻസ് അല്ല, അവർ പറയണത് പ്രധാനമാണെന്ന്. പക്ഷെ ആ പറയുന്ന പ്രധാനമായ വാർത്തകൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ
നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ അവിടെ വന്നു. അപ്പോൾ ഈ ഇൻട്രാക്ഷൻ മനസ്സിലാക്കിയ കുറേ ബുദ്ധിമാന്മാർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പരസ്യം കൊണ്ടുവന്നു. അവരുടെ പ്രൊഡക്റ്റുകളെ പമ്പ് ചെയ്യാൻ തുടങ്ങി. അതായത് വണ്ടികളായാലോ ടി വി ആയാലോ ഏതെങ്കിലും പ്രൊഡക്ട്സിനെ പമ്പ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കലാണെന്ന് വിചാരിക്കുക. പൊളിറ്റിക്കലായിട്ടൊരു ഇഷ്യൂ നടന്നിട്ടുണ്ട്, എന്തോ വലിയ ഇഷ്യൂ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇഷ്യൂവിനെ മറച്ചു വയ്ക്കാൻ എന്ത് ചെയ്യണം? പൊളിറ്റിക്കൽ പാർട്ടി ചെയ്തൊരു നല്ല കാര്യത്തിന് പ്രധാന ന്യൂസായിട്ട് പമ്പ് ചെയ്ത് സംസാരിച്ചിട്ട് അവരുടെ ആ പൊട്ട ന്യൂസിൽ, അതായത് അവർക്ക് കേടുവന്ന ന്യൂസ് അത് ചെറുതാക്കി ഹൈഡ് ചെയ്യും. അപ്പോൾ എന്താ, അത് മനുഷ്യന്മാരുടെ ഈ ഇൻട്രാക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. അന്ന് ചെയ്ത ഈ പ്രോസസ്സിനെ ഒന്നുകൂടി ഡിജിറ്റലൈസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ വഴി അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്കെയിൽ കൂടി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ പ്രോഡക്റ്റ് ആണെന്നുള്ളത്. നേരത്തെ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞ് നീ വിശ്വസിക്കുമെന്ന് ചോദിച്ചില്ലേ? നമ്മൾ പ്രോഡക്റ്റാ. നമ്മളെ പ്രോഡക്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന ആളുകൾ നമ്മളെ കാറ്റഗറൈസ് ചെയ്യുക. ജോബിഷ് ഒരു ഫിയർ ഡ്രിവൺ ആളാണ്, രാകേഷ് ഒരു ബ്രാൻഡ് ഇഷ്ടപ്പെടുന്ന ആളാണ്. അങ്ങനെ നമ്മളായിട്ടുള്ള പ്രോഡക്റ്റുകളെ അവർ പല പല കാറ്റഗറീസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. എന്നിട്ട് ഈ കാറ്റഗറിക്ക് മുഴുവൻ സെപ്പറേറ്റ് ടാർഗറ്റഡ് ആഡ്സ് കൊടുക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സൈക്കോളജി ആൾക്കാർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, പക്ഷേ എനിക്ക് നിന്നെപ്പറ്റി അറിയുന്ന കാര്യങ്ങൾ ലിമിറ്റഡാണ്. പക്ഷേ ഒരു സൈക്കോഗ്രാഫിക് പ്രൊഫൈലിംഗ് നിന്റെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. നീ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആളാണ്, യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആളാണ്, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഓൾറെഡി നിന്റെ സൈക്കോഗ്രാഫിക് പ്രൊഫൈലിംഗ് AI അൽഗോരിതം വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഡാറ്റ എനിക്ക് പോലും അറിയാത്ത, നിന്നെ ഇത്രയും വർഷമായിട്ട് അറിയുന്ന എനിക്ക് പോലും അറിയാത്ത കാര്യങ്ങളായിരിക്കും അവരുടെ കയ്യിലുള്ളത്. അതിനൊരു നമ്മുടെ ഹ്യൂമൻ സൈക്കോളജിയിൽ നമ്മൾ റിവാർഡിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് അവർ ക്യാച്ച് ചെയ്യും. അപ്പോൾ ഈ ആഡ് കയറ്റാനായിട്ട് നിനക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിൽ എന്താണെന്ന് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ആഡ് കയറ്റാൻ പറ്റുള്ളൂ. ഈ ആഡിലൂടെയാണ് അവർ ക്യാഷ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ആഡ് എത്തിക്കാനായിട്ട് ഇവർ പിന്നിൽ നടന്ന് ഇത്രയും വലിയ പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മളറിയാതെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാനും നീയും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു MIയുടെ വാച്ചിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ബോട്ടിൻ്റെ ഒരു എയർ ഡോപ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഫോൺ അടുത്ത് വെച്ചിട്ട് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് വിചാരിക്കുക. നമ്മൾ പിറ്റേ ദിവസം അതുപോലെ റിലേറ്റ് ചെയ്ത ആഡ് കാണും, ഉറപ്പാണ്. ഈവൻ വാട്സപ്പ് ചാറ്റിൽ നമ്മൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വാട്സപ്പിൽ ഈവൻ തോ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് അല്ല. നമ്മൾ ആരും വിശ്വസിക്കാത്ത ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് US ഇലക്ഷനിൽ ജയിച്ചതെന്നുള്ളത് സക്കർബർഗും സൈക്കോഗ്രാഫിക് പ്രൊഫൈലിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും. ഒന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. സക്കർബർഗ് ആക്ച്വലി ഈ ഒരു സ്കാമിൻ്റെ പേരിൽ ഒരുപാട് ലീഗലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഫേസ് ചെയ്ത ഒരാളാണ്. കാംബ്രിഡ്ജ് ഡാറ്റ അനലിറ്റിക്ക എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. ഡാറ്റ അനലിറ്റിക്ക ഇവരെന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇവരൊരു ക്യൂസ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു. അവിടുത്തെ സ്റ്റുഡൻസിനും എല്ലാവർക്കും US നടക്കുന്നത്. ക്യൂസ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ക്യൂസ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഗ്രി ചെയ്യുമല്ലോ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊണ്ട് കുറേ പേജുകൾ വരും. ഇതൊന്നും വായിക്കാവുന്നില്ല, നമ്മൾ ഓക്കെ കൊടുത്ത് പോകും. സോ നമ്മുടെ പേഴ്സണൽ ഡാറ്റ എടുത്തോളൂ എന്നുള്ള സമ്മതമാണ് നമ്മൾ എഗ്രി കൊണ്ട് കൊടുക്കുന്നത്. നമ്മുടെ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ഡാറ്റയും എടുത്തോളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ക്യൂസ് കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നത്. ഈ ക്യൂസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് സർവേ പോലെയാണ്. നമ്മുടെ ഡാറ്റ ഒരുപാട് കളക്ട് ചെയ്യും. അമേരിക്കൻ ഇലക്ഷൻസ് നടക്കാൻ വരുവാണ്. 80% ഈ ക്യൂസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത ആൾക്കാരും അമേരിക്കൻസ് ആയിരുന്നു. ഇത് ചെറിയ നമ്പർ അല്ല, മില്യൺസ് ഓഫ് ആൾക്കാരാണ് ഇതിൽ പങ്കെടുത്തത്. ഫേസ്ബുക്ക് അന്ന് കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നു. ആ ഫേസ്ബുക്കിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വന്നൊരു ക്യൂസ് കോമ്പറ്റീഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ക്യൂസ് കോമ്പറ്റീഷൻ വെച്ചിട്ട് ഡാറ്റ അനലിറ്റിക്ക എല്ലാവരുടെയും ഡാറ്റ കളക്ട് ചെയ്തെടുത്തു. ഈ ഡാറ്റ കളക്ട് ചെയ്തെടുത്തിട്ട് മൈക്രോ ടാർഗറ്റഡ് ആഡ്സ് കൊടുക്കാൻ തുടങ്ങി, എലക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി. മൈക്രോ ടാർഗറ്റഡ് ആഡ്സ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇമിഗ്രൻസ് ഇല്ലേ, നമ്മുടെ രാജ്യത്തിൽ അധികം നമ്മളത് ഫേസ് ചെയ്യുന്നില്ല, പക്ഷേ US ഫേസ് ചെയ്യുന്നൊരു വിഷയമാണ് ഇമിഗ്രൻസ്. ഇല്ലീഗലായിട്ടും ലീഗലായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ അവരുടെ സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയക്കുന്ന ഒരാൾ, അയാളുടെ പൊളിറ്റിക്കൽ ലീനിങ് ഇമിഗ്രൻസിന് എതിരാന്നുള്ളത് സൈക്കോഗ്രാഫിക് പ്രൊഫൈലിങ്ങിലൂടെ ഈ ക്യൂസ് കോമ്പറ്റീഷനിലൂടെ മനസ്സിലാക്കി. പിന്നെ ഇയാൾക്ക് കൊടുക്കുന്ന ആഡ് എങ്ങനെ അറിയോ? നിങ്ങൾ ഇമിഗ്രേഷൻ ഭയക്കുന്ന ഒരാളാണെങ്കിൽ വോട്ട് ഫോർ ദിസ് ഗായ്. ഓക്കെ, ഇനി അടുത്തൊരാൾ വെച്ചോ, ക്യാപിറ്റലിസം ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. കുറേ ടൈപ്സ് ഓഫ് ഐഡിയോളജീസും ഫിലോസഫീസും ഉണ്ട്. അതിൽ ക്യാപിറ്റലിസം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, ഇഫ് യു വോണ്ട് ടു make America great again and be a capitalistic country, vote for this guy. അങ്ങനെ
ഓരോരോ ആളുകൾക്കും പേഴ്സണലൈസ്ഡ് മൈക്രോ ടാർഗറ്റഡ് ആഡ്സ് കൊടുക്കാൻ തുടങ്ങി ഈ ഡാറ്റ കളക്ട് ചെയ്തിട്ട്. അപ്പം നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി, നമ്മുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ആ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് ആഡ് കൊടുക്കാൻ തുടങ്ങി. ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയോളജി ടോട്ടലി ഇംപ്ലിമെന്റ് ചെയ്യുന്നതല്ല പറയുന്നത്. ഞാൻ വന്നാൽ നിങ്ങൾക്ക് ഈ ഐഡിയ, ബി എന്ന് പറഞ്ഞ ആൾക്ക് വേറെ ഐഡിയ, സി എന്ന് പറഞ്ഞ ആൾക്ക് വേറെ ഐഡിയ. ആൻഡ് വാട്ട് ഇസ് ദ റിസൾട്ട്? ട്രംപ് ബിക്കേം ദ പ്രസിഡന്റ്, റൈറ്റ്? അപ്പോൾ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്, ഒരു സ്കാമാണ്. ഇതിൻ്റെ പേരിൽ മാർക്ക് സക്കർബർഗ് ഒരുപാട് ആളുകളുടെ ഇടയിൽ വന്ന് ലീഗൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഭയങ്കര വൈറലാണ്. ആള് ചോദിക്കുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ മൈക്കുകളും ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് കോടതിയിൽ നിന്ന് ഒരു ചോദ്യം വരുന്നുണ്ട്, ക്യാൻ യു ടെൽ അബൌട്ട് ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം നോ തന്നെ ഉത്തരം പറയുന്നത്. അയാളുടെ ഡാറ്റ പുറത്തു പോകരുത്, ബാക്കിയുള്ളവർ പേഴ്സണൽ ഡാറ്റയും കാര്യങ്ങളൊക്കെ പുറത്തു പോകുന്നു. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ, ചെറിയ കുട്ടികൾ ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാരും, അതായത് അവർക്ക് കാര്യങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഒരു ഡീവിയേറ്റ് ഇല്ല. എന്താ കാരണം? അവർക്ക് ഈ സ്വൈപ്പ് കൈകൊണ്ട് ഈ ഒരു ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡ് നേരം കൊണ്ട് അടുത്ത തോട്ട് വരികയാണ്. വൈ? ബിക്കോസ് ആ സ്വൈപ്പിൽ അവരുടെ ഡോപ്പമിൻ ട്രിഗറായി. ഇത്ര ഈസി ആയിട്ട് ട്രിഗർ ആവുകയാണ്. അതായത് നമ്മൾ ഇതിന് മുന്നേ സംസാരിച്ച വീഡിയോയില് നമ്മൾക്ക് റിവാർഡ് ഹോർമോൺ കിട്ടണം. അതെ, ആസ് ഹ്യൂമൻ ബീയിങ്സ് നമുക്ക് റിവാർഡ് ഹോർമോൺ കിട്ടിക്കൊണ്ടേയിരിക്കണം. ആ റിവാർഡ് ഹോർമോൺ കിട്ടാൻ എന്താണോ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ ചെയ്യും. ഇൻസ്റ്റഗ്രാം റീൽ കാണുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഡോപ്പമീന്റെ സോഴ്സ്. സോ വി യൂസ് ടു സ്വൈപ്പ്. അത് ചെറിയ കുട്ടി അങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ ഇവന് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കാനുള്ള ക്ഷമയില്ല. ഇപ്പം നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക, ഈ സക്സസ് ഉദ്ദേശിച്ച ഒരു കാര്യത്തിൽ നിന്ന് ബ്രില്യൻ്റ് ആയ ആൾക്കാർ, ഒരേ ഫീൽഡിൽ ബ്രില്യൻ്റ് ആൾക്കാർ, അവർ ആ ഒരു കാര്യത്തിന് വേണ്ടി ക്ഷമയോടെ അതേ ചെയ്ത് അത് എവിടെ നിന്ന് അവർക്ക് വന്നത്? അവർക്ക് അതിൻ്റെ പേഷ്യൻസ് ഉണ്ട്, അത് ചെയ്തു തീർക്കാനുള്ള ഇതുണ്ട്. പക്ഷേ നമ്മളെ കുട്ടികൾക്ക് ആ പേഷ്യൻസ് പോകുന്നത് ഇതുപോലെ സോഷ്യൽ മീഡിയ ഭയങ്കര വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. അത് പാരൻസ് വളരെ ശ്രദ്ധിക്കണം. കാരണം ലോകത്തിൽ ഡിപ്രഷൻ കാരണം മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നതിൻ്റെ കാരണം ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൻ്റെയും സോഷ്യൽ മീഡിയകളുടെയും തെറ്റായ ഉപയോഗം കാരണമാണ്. അഡോളസൻസ് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ട്, ഭയങ്കര ക്ലിക്കായിട്ടുള്ള വെബ് സീരീസ്, ഒരുപാട് പേര് കണ്ടതാണ്. അഡോളസൻസ് എന്ന് പറഞ്ഞ വെബ് സീരീസ് ഒക്കെ ഐ ഓപ്പണറാണ് ഇന്നത്തെ സൊസൈറ്റിക്ക്. ഇന്നുണ്ടായ ഒരു സംഭവം പറയാം. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇന്ന് എക്സ്പീരിയൻസ് ഉണ്ടായതാണ്. അതുവിനെയും പാച്ചുവിനെയും കൊണ്ടേ മുടി വെട്ടാൻ പോയി ഇന്ന് സ്ഥലമുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ വേറെ ഒരു അച്ഛനും അമ്മയുണ്ട്, വേറൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഈ കുട്ടീനെ മുടി വെട്ടിക്കാൻ വേണ്ടി ഇരുത്തി ബാർബർ വെട്ടുകയാണ്. വെട്ടുന്ന സമയത്ത് പുള്ളി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി, ചെറിയ കുട്ടി. അപ്പോൾ അമ്മ വേഗം യൂട്യൂബ് എടുത്തു, റീൽസ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് അമ്മ ഇങ്ങനെ ഫ്രണ്ടിൽ പിടിച്ച് നിൽക്കുക, ഫോണ്, കുട്ടി എവിടെ ഇരിക്കുക. ഈ റീൽസ് കാണാൻ തുടങ്ങിയപ്പോൾ കുട്ടി കരയാതെ മുടി വെട്ടുന്നതൊക്കെ സമ്മതിച്ചു കൊടുത്തു. സോ ജസ്റ്റ് എവിടേക്കാണ് പോകുന്നതെന്ന് നീ മനസ്സിലാക്കി വെക്കുക. ഇതിന് ഞാൻ കണക്ട് ചെയ്യുന്നൊരു കാര്യം പറയാം. നമ്മുടെ ബാഡ് ഹാബിറ്റ്സുകൾ, ഗുഡ് ഹാബിറ്റ്സുകൾ എല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്നതും ചെറുപ്പത്തിലാണ്. ഈ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ എല്ലാതരം ബാഡ് ഹാബിറ്റ്സുകളും കാണും, ഗുഡ് ഹാബിറ്റ്സുകളും കാണും. അത് നോട്ടീസ് ചെയ്യും. പാരൻസിന് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് അതിലേക്ക് കടക്കാതെ പോകുന്നതും ഫുൾ ടൈം മോണിറ്റർ ചെയ്യുന്നുണ്ട്. കൗമാരപ്രായം എത്തിക്കഴിഞ്ഞാൽ പാരൻസ് നമ്മളെ അധികം മോണിറ്റർ ചെയ്യാൻ പറ്റില്ല, അധികം നമ്മുടെ പിന്നാലെ വരാൻ പറ്റില്ല. ആ ടൈമിലാണ് നമ്മളിതൊക്കെ എക്സിക്യൂട്ട് ചെയ്യുക. അതിൽ നമ്മളിപ്പോൾ കൗമാരപ്രായം എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം വന്നു, അല്ലെങ്കിൽ പ്രശ്നം വന്നു, സ്ട്രെസ്സായി. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെന്താ പറയുക, എടാ നീ കുറച്ച് കള്ളു കുടിച്ച് കഴിഞ്ഞാൽ ശരിയാകുമെന്ന് പറയണു. ഈ മദ്യപിക്കുന്നത് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ടെൻഷൻ വരുന്നതും ഇമോഷൻ വരുന്നതും അങ്ങനെയൊക്കെ വരുന്ന ഹോർമോൺസ് നമ്മാവും. അപ്പോൾ എന്താ സംഭവിക്കുക, നീ ഈ സ്ട്രെസ്സിനെ കുറിച്ച് മറക്കും, നീ നിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് മറക്കും, കാരണം ഇത് നമ്മായി. ഓക്കെ, അപ്പോൾ ഈ മദ്യപാനം എന്താണോ നിനക്ക് അന്ന് തന്നിട്ടുണ്ടായിരുന്നത് അതേ എഫക്റ്റ് തന്നെയാണ് ഇന്ന് നിനക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ബ്യൂട്ടിഫുൾ പോയിന്റ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യുക, ഈ ഇപ്പോൾ നീ പറഞ്ഞ നേരം മുടി വെട്ടുന്ന കുട്ടി എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ മറ്റേ ആ കരച്ചിലാണ് ഇമോഷൻ, അല്ലെങ്കിൽ മുടി വെട്ടുമ്പോൾ ബുദ്ധിമുട്ട്, അത് കുട്ടി നമ്മാണ്. ആക്ച്വലി ഇതൊരു ലഹരിയാണ്. ആൽക്കഹോൾ, ഡിജിറ്റൽ ആൽക്കഹോൾ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. നമ്മളിപ്പോൾ ഒരു കാര്യം നമുക്കൊരു നല്ല ടാലൻ്റുള്ള വ്യക്തിയായിരിക്കും, യൂണിക് ടാലൻ്റ് ഉണ്ട് എല്ലാവർക്കും. പക്ഷേ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം കാണുമ്പോൾ പലതരം റീൽസ് കാണില്ലേ,
അപ്പോൾ നമ്മൾ കണക്ട് നമ്മൾ ചിന്തിക്കും അയ്യോ ഞാൻ അവരെ പോലെ അല്ലല്ലോ, അയ്യോ അത് ഈ നമ്മൾ പുറത്ത് പോയിട്ടുള്ള കമ്പാരിസൺ അല്ല, സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിനക്ക് കമ്പാരിസൺ തരികയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡിപ്രഷൻ കാരണം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ലെവലെത്തി എന്ന് പറഞ്ഞത്. അത് ഇതുകൊണ്ടാണ്, കാരണം ഇവരെ തന്നെ കമ്പയർ ചെയ്യുക, അയ്യോ ഒന്നും പറ്റുന്നില്ലല്ലോ, അയ്യോ എനിക്കൊന്നും ഇതുപോലെ ആവാൻ പറ്റുന്നില്ലല്ലോ. നമ്മളെ ഇവര് മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ അവരെ മാനിപ്പുലേറ്റ് ചെയ്യണം. അതെ അതെ അതെ. നമുക്ക് ഈ പറഞ്ഞ ChatGPTയും വാട്സാപ്പും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി, ക്വിക്ക് ആവാൻ വേണ്ടി. പക്ഷെ അവർ നമ്മൾ ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യരുത്.